ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ക്യാമറമാൻ വിജിത്ത് ഊർക്കടവിനൊപ്പം ആദിൽ പാലോടും ഹരിയാനയിൽ നിന്നും നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി PR സുനിലും ചേരുന്നുണ്ട്. ആദ്യം ആദിലേക്ക് പോയാൽ അതിൽ ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള ഒപ്പം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷയും. എന്താണ് പൊതുവായൊരു വികാരം? നാളെ ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ സുരക്ഷ എത്രത്തോളം ശക്തമാണ് ജമ്മു കാശ്മീർ? തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലെ ലാൽ ചൗക്ക് പ്രശസ്തമായ ക്ലോക്ക് ടവറിന് ചുവടെയാണ്. ഇവിടെ ആളുകൾ എത്തുന്നതും വിനോദസഞ്ചാരികൾ ആകെ എത്തുന്ന ഒരു സ്ഥലമാണ്. ജമ്മു കാശ്മീരിൻ്റെ ഒരു കേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രൂപത്തിൽ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെയുള്ളവരോടക്കം നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളോട്, യുവാക്കളോട്, വിദ്യാർത്ഥികളോടൊക്കെ നമ്മളിവിടെ എത്തി രാവിലെ മുതൽ സംസാരിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനാണ് മുൻതൂക്കം എന്ന ഒരു പൊതുവികാരമാണ് ഇവിടെയുള്ളവർ നമ്മോട് പങ്കുവെക്കുന്നത്. അത് പ്രധാനമായും BJP വിരുദ്ധത അത് കൂടുതലായി ഇവിടെ ഉണ്ട്. ആർട്ടിക്കിൾ 370 വിച്ഛേദിച്ചതിലുള്ള, അത് പിൻവലിച്ചതിലുള്ള ഒരു വിരോധമുണ്ട്. അതിനേക്കാൾ ഉപരി സംസ്ഥാനം എന്ന പദവി മടക്കി നൽകാത്തതിലുള്ള പ്രശ്നമുണ്ട്. ആ നിലയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും BJPക്ക് ജമ്മു മേഖലയിൽ നിന്ന് വോട്ടുകൾ ലഭിക്കുമെന്നത് യാഥാർത്ഥ്യമായി അങ്ങനെ ഒരു വിലയിരുത്തൽ അത് സത്യമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും ജമ്മുവിൽ നിന്നുള്ള നിലവിൽ എല്ലാ മുന്നണികളും പ്രതീക്ഷയിലാണ്. ജമ്മു മേഖലയിൽ പ്രത്യേകിച്ച് 2 മേഖലയിലാണ് മത്സരം എന്ന് നമുക്കറിയാം. ജമ്മു മേഖലയിൽ 43 സീറ്റുകൾ, അവിടെ പണ്ഡിറ്റുകളുടെയൊക്കെ ഒരു ഭൂരിപക്ഷ മേഖലയാണ്. കശ്മീർ മേഖലയിലേക്ക് വന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ 47 സീറ്റുകളും ജമ്മു മേഖലയിൽ 43 സീറ്റുകളുമാണുള്ളത്. ജമ്മു മേഖലയിൽ BJPക്ക് ജയിച്ചു കയറാനാകും എന്നതാണ് BJP നേതാക്കൾ പ്രതീക്ഷയോടെ പറയുന്നത്. എന്നാൽ കശ്മീരിൽ എന്ത് സംഭവിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജമ്മു കാശ്മീരിൻ്റെ ഭാവി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കശ്മീർ താഴ്വരയാണ് നൽകുക. ഇവിടെയുള്ള 47 സീറ്റുകളിൽ ആരൊക്കെ ജയിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അത് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വളരെ പ്രബലരായി മത്സരിക്കുമ്പോൾ തന്നെ PDPയുടെ സാന്നിധ്യമുണ്ട്. PDP പക്ഷേ കഴിഞ്ഞ തവണ 2014 അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപാണ്. 28 സീറ്റുകളാണ് PDP നേടിയിരുന്നത്. ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു PDP. പക്ഷേ ഇപ്പോൾ ദുർബലരാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. പക്ഷേ അപ്പോഴും 10ഓളം സീറ്റുകൾ നേടാനുള്ള ശക്തി കശ്മീർ താഴ്വരയിൽ PDPക്കുണ്ട്. ഇതിനൊക്കെ പുറമെ പലതരം ചെറുകിട പാർട്ടികൾ, പ്രധാനമായും എഞ്ചിനീയർ റഷീദിൻ്റെ അവാമി ഇത്തിഹാദ് പാർട്ടി, അൽത്താഫ് ബുഖാരിയുടെ അപ്നി പാർട്ടി അടക്കമുള്ള ചെറുകിട പാർട്ടികൾ, 346 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ ആ നിലയിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു കൂട്ടം മത്സരിക്കുന്നത് അവരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാവിയെ, സർക്കാർ രൂപീകരണത്തെ നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ എന്താകും എന്നതിലൊരു അനിശ്ചിതത്വം കൂടി നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും മികച്ച സീറ്റുകൾ നേടി ജയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും നമ്മൾ ഇവിടെ ചില പ്രതിനിധികളോടൊക്കെ ചോദിക്കാം. हम केरला से न्यूज़ वाला है, आपका क्या लगता है कौन सा पार्टी जीतेगा? वो हमको पता नहीं है. आपका बुद्धा लोग है, पता नहीं है, अभी नतीजा नहीं निकला. इच्छा क्या, आप क्या चाहता है आने वाले सरकार को? क्या 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 चाहेगा? ठीक चाहेगा और क्या चाहेगा? स्टेट रूट वापस लेने का. हाँ. सुनो, इनसे पूछो, ये इनका यंग जनरेशन, इनसे पूछो. बोलो आप क्या लगता है? हमारे को लगता है ये जो यहाँ का नेशनल कॉन्फ्रेंस जो है उनका बड़ा चर्चा चल रहा है. तो अल्लाह के फजल से नेशनल कॉन्फ्रेंस जीत जाएगी. आज जवाना लोग के क्या आपका मांग क्या है आने वाले यंग पीपल का? हम आने वाले यही मांग करते हैं, जो भी सरकार बने हम एक गुजारिश करते हैं. अब जो सरकार बैठने वाली है उस सरकार से हम गुजारिश करते हैं कि जो जम्मू कश्मीर के नौजवान बेरोज़गार हैं उन नौजवानों का ख्याल रखें. गरीब गुरबा नौजवान जो है, बेरोज़गार नौजवान है, MA करके BA करके इस कश्मीर के नौजवानों को मजदूरी भी नहीं करनी आती है. क्यों? उन्होंने अपनी ज़िंदगी पढ़ाई पे लगाई है, रोज़गार ही है नहीं. ഈ തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നമായി ആളുകൾ പറയുന്നത്. കൂടുതൽ യുവാക്കളാണ് ഇതിൽ കൂടുതൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആപ് ക്യാ ലഗ്താ ഹൈ കौन से पार्टी जीतेगा? PDP जीतेगा. PDP जीतेगा. ये आपका, आप लोगों के क्या इच्छा क्या है, आप क्या चाहते हैं आने वाले सरकार को? यंगर जनरेशन जो अभी पढ़ाई कर रहे हैं वो तो मोस्टली यही चाहता है, जो अनएम्प्लॉयड यूथ है वो अपना रोज़गार वापस चाहता है. क्योंकि जब से आर्टिकल 365 हटा है उसके बाद से यहाँ रोज़गार की बहुत कमी हो गई है. तो यूथ हमेशा अपनी एम्प्लॉयमेंट चाहती है.
തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, സംസ്ഥാന പദവി തിരിച്ചു നൽകണം ജമ്മു കാശ്മീരിന് എന്ന ആവശ്യവും ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയാണ്. വരുന്ന സർക്കാർ ആ നിലയിൽ പ്രവർത്തിക്കണം. നമ്മൾ വിദ്യാർത്ഥികളോടും യുവാക്കളോടും നേരത്തെ തന്നെ സംസാരിച്ച പ്രതികരണം നമ്മൾ കേട്ടതാണ് വിനീത. അവർ പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ പരിമിതികൾ. ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവിടെയുള്ള യുവാക്കൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. അതിൽ നേരത്തെ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുമ്പോഴും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനമായിരിക്കും വരും സർക്കാരിൻ്റെതായി ഉണ്ടാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്.